കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബനാന നെസ്റ്റ്, ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. കിളിക്കൂടിൻ്റെ ഷേപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 വലിയ ഏത്തപ്പഴമാണ്. നന്നായി പഴുത്ത് പോകാത്ത പഴം എടുക്കണം. ഇതുപോലെ ഇത്രയും പാകത്തിനുള്ളത് വേണം. നന്നായി പഴുത്ത് പോയതാണെങ്കിൽ നമുക്കത് കുഴച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ പാകത്തിലുള്ള പഴം ഞാൻ 4 എടുത്തിട്ടുണ്ട്. ഇനി ബ്രോക്കൺ ചെയ്തെടുത്തിരിക്കുന്ന സേമിയാണ്, 2 കോഴിമുട്ട, കുറച്ച് കിസ്മസും കാഷ്യൂനട്ടും ഉണ്ട്, പിന്നെ നെയ്യ്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 2 കപ്പ് തേങ്ങ ചെരുകിയത്, ഇത്രയാണ്. ഇനി നമുക്ക് ആദ്യം ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൂടോടുകൂടി തന്നെ തൊണ്ട് കളഞ്ഞ് വേറൊരു ബൗളിലേക്ക് ഇടാം. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് നന്നായി പൊടിച്ചെടുക്കാം. ഗ്ലാസ് വെച്ചോ അല്ലെങ്കിൽ എങ്ങനെയായാലും ഇത് പൊടിച്ചെടുക്കണം. അങ്ങനെ പഴം നന്നായി ഉടച്ചെടുക്കണ സമയത്ത് തന്നെ അതിൻ്റെ കറുത്ത ഇങ്ങനെയുള്ള ഭാഗം മാറ്റിയെടുക്കണം, മാറ്റിക്കളയണം. ഇങ്ങനെ പഴം ഞാൻ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. ഇതിനി നിങ്ങൾക്ക് പഴം വെള്ളം ആയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായി കട്ടിയായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാനൊന്നും ചെയ്യണ്ട, നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ചെറുകയിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഞാൻ. അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇതിൽ ഈ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് പാൻ അടപ്പത്ത് വെച്ച് പതുക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ സ്റ്റൗ കത്തിച്ച് തേങ്ങയും പഞ്ചസാരയും കൂടിയുള്ള മിക്സ് ഇതിലിട്ടൊന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കാം. തേങ്ങ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അത്രയും മതി, നന്നായി കരിഞ്ഞൊന്നും പോകരുത്. ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ചൂടാവണം, അത്രേ വേണ്ടു. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇത്രയും പാകം വന്നാൽ മതി. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ നേരത്തെ ഉടച്ചു വച്ചിരിക്കുന്ന പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കിസ്മസും കാഷ്യൂനട്ടും കൂടി അതിലേക്ക് വറുത്തിടാം. അതിനായിട്ട് ഞാൻ പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കിസ്മസും കാഷ്യൂനട്ടും കൂടി ഒന്ന് ഇട്ട് ചൂടാക്കി ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി ഇത് നമുക്ക് പഴത്തിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ കാഷ്യൂനട്ടും കിസ്മസും കൂടി ഈ മിക്സിലേക്ക് ആഡ് ചെയ്യാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സ് ഇപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റോളം ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഓരോ പിടി എടുത്ത് ഉരുട്ടിയെടുത്ത് കയ്യിൽ വെച്ച് വട പരത്തുന്ന പോലെ പരത്തിയിട്ട് നമുക്ക് സെൻറ്ററിലൊന്ന് ചെറുതായി കുഴിച്ചെടുക്കാം. ചെറിയൊരു കിളിക്കൂടിൻ്റെ ഷേപ്പിൽ നമുക്കിങ്ങനെ കുഴി വരുന്നു കണ്ട. നമുക്കിപ്പോൾ പെട്ടെന്ന് ഇത് ചൂടാറി കിട്ടിയില്ലെങ്കിൽ ഒന്ന് 10 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചൂടാറി കിട്ടും. അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇപ്പോൾ ഞാൻ പഴത്തിൻ്റെ മിക്സ് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഇതുപോലെ ചെറിയൊരു കുഴി ഉണ്ടാക്കുക. അപ്പോൾ നെസ്റ്റ് പോലെ തന്നെ ഇരിക്കും. ഇനി ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന മിക്സ് ഈ ബീറ്റ് ചെയ്തിരിക്കുന്ന കോഴിമുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. ഇത് ഞാനിപ്പോൾ മുട്ടയിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സേമിയയിലൊന്ന് പുരട്ടി എടുക്കാം. സേമിയ അതിൻ്റെ എല്ലാ ഭാഗത്തും വരണം. ഇത് ശരിക്കും
ഒരു നെസ്റ്റ് പോലെ തന്നെ വരുന്നുണ്ട് കണ്ടോ. അതുകൊണ്ടാണ് ഇതിനെ ബനാന നെസ്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാ നെസ്റ്റും ഇതുപോലെ എടുത്തിട്ടുണ്ട്. സേമിയൊക്കെ കൂടി ശരിക്കൊരു കിളിക്കൂടിൻ്റെ ഷേപ്പ് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഏത് കുക്കിംഗ് ഓയിലായാലും കുഴപ്പമില്ല. തീ നോർമൽ ഫ്ലെയിമിൽ ഇടണം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് അധികം നേരം വേവിക്കേണ്ടി വരുന്നില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി ഓൾറെഡി അത് വെന്തിരിക്കുന്നതാണല്ലോ, അപ്പോൾ അധികം നേരം ഇട്ട് വേവിക്കേണ്ട. നമുക്കിനി ഇത് ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 2 മിനിറ്റോളം മാത്രമേ വേണ്ടി വന്നുള്ളൂ മറിച്ചിടാനായിട്ട്. നമുക്കിനി അപ്പുറത്തെ വശം കൂടി ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. നമ്മൾ രണ്ടാമത്തെ ബാച്ച് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം ഇട്ട് അതിൻ്റെ ആ സേമിയയുടെ പീസുകൾ ഇതിൽ വീണ് കിടക്കും. അത് കരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് നമുക്കതിൽ നിന്ന് അതെടുത്ത് മാറ്റാം, അല്ലെങ്കിൽ അത് അടുത്ത കയറി പിടിച്ച് കരിഞ്ഞ രസം വരും. ഇപ്പോൾ 2 മിനിറ്റോളം കൂടി ആയിട്ടുണ്ട്. 2 വശവും ഇതിൻ്റെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ബനാന നെസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. പേര് പോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള കിളിക്കൂടിൻ്റെ ഷേപ്പിലുള്ള ഒരു സ്നാക്കാണിത്. കാണാൻ മാത്രമല്ല കഴിക്കാനും അത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇനി കാണുന്നത് വരെ ഗുഡ് ബൈ.